ഹലോ. അങ്ങനെ 10-45 ദിവസത്തെ എൻ്റെ ലീവൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ദുബായിക്ക് പോകാൻ വേണ്ടിയിട്ട് പെട്ടി പാക്ക് ചെയ്യാണ്. നാട്ടിലെത്തിയതും തിരിച്ച് പോകുന്നതും മാത്രമേ ഓർമ്മയുള്ളൂ. എത്ര പെട്ടെന്ന് ആ ദിവസങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇന്നിപ്പോൾ ഞാൻ പെട്ടി പാക്ക് ചെയ്ത് തിരിച്ച് പോകാൻ വേണ്ടി പോവാണ്. പിന്നെ ഇപ്പോൾ തിരിച്ച് പോകുമ്പോൾ സിന്ധ്യയും കൂടെ ഉണ്ടെന്നുള്ളതൊരു സന്തോഷം. ഞാനും സിന്ധ്യയും കൂടെ ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റിൽ ഒരുമിച്ച് പോകുന്നത്. പിന്നെ ഈ കാണുന്ന സഞ്ചികളൊക്കെ നിറയെ ബേക്കറി സാധനങ്ങളാണ്. എൻ്റെ വീട്ടിൽ നിന്നും ചിന്തയുടെ വീട്ടിൽ നിന്നും ഒക്കെ തന്നു വിടുന്ന ഒരുപാട് ബേക്കറി ഐറ്റംസ്. സത്യം പറഞ്ഞാൽ ഒരു പെട്ടി നിറയെ 2 പെട്ടിയാണ് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതിൽ ഒരു പെട്ടി നിറയെ ബേക്കറി ഐറ്റംസ് ആയിരുന്നു. നേരം പുലർച്ചെയായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്, 6:30 അപ്പോൾ രാവിലെ ഒരു 3 മണിക്ക് തന്നെ, പുലർച്ചെ 3 മണിക്ക് തന്നെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നേരെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് കണ്ണൂരായിരുന്നു. അപ്പോൾ നേരെ കണ്ണൂർ എയർപോർട്ടിലെത്തി. വീട്ടുകാരൊക്കെ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് അവർ തിരിച്ചു പോയി. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. പിന്നെ ബാക്കി പരിപാടികൾ, ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. രാവിലെ തന്നെ ആയതുകൊണ്ട് ഭയങ്കര ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര സങ്കടവും ഉണ്ടായിരുന്നു. എത്ര ദിവസമാണ് നാട്ടിലത്തെ എല്ലാ ദിവസങ്ങളും കഴിഞ്ഞു പോയത്, ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്ന പോലും ഇല്ല. ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇവിടെ തിരിച്ചെത്തിയിട്ടൊരു 10-20 ദിവസം കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ എടുത്ത് നോക്കുന്നത്. സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 4 ദിവസം മുൻപാണ് ഞാൻ ഇവിടെ തിരിച്ചെത്തിയത്. അപ്പോൾ വന്നപ്പോൾ തന്നെ നല്ല ജെറ്റ് ലാഗും ക്ഷീണവും ഒക്കെ ആയിട്ട് ആ ദിവസങ്ങൾ പോയി. പിന്നെ സ്കൂളിൽ പോയി, വീണ്ടും വർക്കിന് കയറി. ആദ്യമായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. ജോലി കിട്ടുമോ, എനിക്ക് സിന്ധ്യയുടെ കൂടെ നിൽക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനായിരുന്നു. പിന്നെ ജോലി വന്നിട്ട് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ ജോലി കിട്ടി. വെക്കേഷനൊക്കെ ആയി നാട്ടിൽ പോയി. തിരിച്ച് വീണ്ടും വരുമ്പോൾ അയ്യോ ജോലിക്ക് പോകണമല്ലോ എന്നുള്ളൊരു വിഷമമാണ്. അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, ഒരു ഭയങ്കര സങ്കടം. എല്ലാവർക്കും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും. കാരണം എനിക്കിപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് സിന്ധ്യയുടെ കൂടെ ജീവിക്കാനെങ്കിലും പറ്റുന്നുണ്ട്. ബാക്കിയുള്ള എനിക്ക് കുറച്ച് ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മ, എൻ്റെ മാമന്മാർ, അമ്മമ്മ, സൂ, ലച്ചു, പിന്നെന്താണ് ഇപ്പോൾ സിന്ധ്യയുടെ അച്ഛനും അമ്മയും, ഇങ്ങനെ അവരൊക്കെ അടങ്ങുന്ന ചെറിയൊരു ഫാമിലി. അവർക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് തന്നെ. അപ്പോൾ അവരെല്ലാവരും അവിടെയാണല്ലോ, ഞങ്ങൾ മാത്രം ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോഴൊരു സങ്കടം. പക്ഷെ കുഴപ്പമില്ല, അതൊക്കെ മാറുമായിരിക്കും. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് അബുദാബിയിലേക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. അവിടെ നിന്ന് ടാക്സി വിളിച്ച് ദുബായിലേക്ക് പോകും. അപ്പോൾ ഫ്ലൈറ്റൊക്കെ കയറി. അതിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. നല്ല ക്ഷീണമായിരുന്നു, ഉറങ്ങിപ്പോയി. പിന്നെ കണ്ണ് തുറന്ന് നോക്കുമ്പോഴേക്കും അബുദാബി എത്തിയിട്ടുണ്ടായിരുന്നു. എയർപോർട്ട് എത്തി. അവിടെ നിന്ന് നേരെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമുക്ക് നേരെ റൂമിലേക്ക് പോകും. അത്രയേ ഉള്ളൂ. ബായ്.